അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻറ്റി ആൻജൈനൽ ഡ്രഗ്സ് ആണല്ലോ. അപ്പം അതിനു മുമ്പ് ഈ ഒരു ആൻജൈന പെക്ടോറിസ് എന്നാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രഗ്സിൻ്റെ എത്രമാത്രം അതിൻ്റെ മെക്കാനിസം ഒക്കെ പഠിക്കുമ്പോൾ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ആൻജൈന പെക്ടോറിസ് എന്ന് വെച്ചാൽ സിമ്പിളി നമുക്ക് അതിനെ ചെസ്റ്റ് പെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് വെച്ചാൽ ബ്ലഡിൻ്റെ ഫ്ലോ നമ്മുടെ ഹാർട്ടിൽ കുറയുമ്പോൾ, നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് ഫങ്ഷനിങ് നടക്കണമെങ്കിൽ സഫിഷ്യൻ്റ് എമൗണ്ട് ഓക്സിജൻ ന്യൂട്രിയൻസും ഒക്കെ കിട്ടണം. അപ്പോൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ് അത് നമ്മളെ എല്ലാ ബോഡി പാർട്ടിലും എത്തുന്നത്. അതേപോലെ ഹാർട്ടിന് ഇങ്ങനെ പമ്പ് ചെയ്യണമെങ്കിൽ, ഹാർട്ടിന് വർക്ക് ചെയ്യണമെങ്കിൽ ഹാർട്ടിനും ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ വേണം. അപ്പോൾ ഹാർട്ടിലും ഈ ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഹാർട്ട് മസിൽസിലൂടെ. നമ്മളിവിടെ ഒരു ഫിഗർ നോക്കിയേക്കാണ്, ഇവിടെ ഒരു റെഡ് ലൈൻസ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നില്ലേ, ഇത് ഹാർട്ട് മസിലിലൂടെ ബ്ലഡ് വെസൽസ് പോകാൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാർട്ടിന് ബ്ലഡ് കൊടുക്കുന്ന ആ ഒരു വെസലിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയും. കൊറോണറി ആർട്ടറിയും അതിൻ്റെ ആർട്ടറിയോൾസ്, അതിൻ്റെ ബ്രാഞ്ചായിട്ട് പോകുന്ന ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ആണ് ഹാർട്ടിന് വേണ്ട ഓക്സിജനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലോർതയസൈഡിൻ്റെ സിന്തസിസ് ആണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിന്തസിസ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ഡ്രഗ് മോളിക്യൂളാണ് നമ്മൾ സിന്തസിസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു സിന്തസിസിൻ്റെ പ്രോസസ്സിലൊന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു ഡ്രഗ് സ്ട്രക്ചറിൽ ഏതൊക്കെ ഭാഗം നമുക്ക് റിയാജൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആയിട്ടും ഇൻ ബിറ്റ്വീൻ നമ്മൾ ആഡ് ചെയ്യുന്ന റിയാജൻ്റ് ആയിട്ടൊക്കെ സാമ്യത ഉണ്ട്, അതുപോലെ നമ്മൾ റൗണ്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കി ഈ ഒരു സ്ട്രക്ചർ 3-ക്ലോറോ ആനിലീനുമായിട്ട് ഇതിന് ഈ ഒരു ഭാഗം 3-ക്ലോറോ ആനിലീൻ ആണ്. ഓക്കെ, ആ ഞാനൊരു എന്താ പറയുക ഈ ഒരു സ്കൈ ബ്ലൂ കളർ കൊണ്ട് റൗണ്ട് ചെയ്ത്. അതേപോലെ പിന്നെ നമ്മൾ ക്ലോറോ സൾഫോണിക് ആസിഡ് എടുക്കുന്നത് ClSO3H. അപ്പോൾ ആൻറ്റി ക്യാൻസർ ഏജൻ്റെ ക്ലാസിഫിക്കേഷൻ ഒത്തിരി വലുതാണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് അവിടെ 6 ക്ലാസ്സസ് ഉണ്ട്. അതിൽ തന്നെ ആദ്യമുള്ള 4 ക്ലാസ്സിന് സബ് ക്ലാസ്സസും ഉണ്ട്. ഓക്കെ, ഇത് കുറച്ച് ഹെവിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എങ്ങനെയെങ്കിലും ഇത് പഠിക്കാൻ ശ്രമിക്കുക, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അതിലുള്ള ഒന്നാമത്തെ ആൾക്കാരെ കുറിച്ച് നോക്കാം. അത് ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് നൈട്രോജൻ മസ്റ്റാർഡ്സ്, പിന്നെ വരുന്നത് ആൽക്കൈൽ സൾഫോണേറ്റ്, പിന്നെ ആസിഡിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ നൈട്രോജൻ മസ്റ്റാർഡ്സിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കോമൺ സ്ട്രക്ചർ കാണാം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു നൈട്രോജൻ ആറ്റത്തിൽ ഈ ഒരു ടെർഷറി നൈട്രോജനിൽ CH2CH2Cl എന്നുള്ള ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു നൈട്രോജൻ മസ്റ്റാർഡിൽ 4 എക്സാമ്പിളും നമുക്ക് പഠിക്കാനുള്ള മെക്ലോറെതമിൻ, സൈക്ലോഫോസ്ഫമൈഡ്, മെൽഫാലൻ, അതുപോലെ ക്ലോറാംബ്യൂസിൽ, ഇതിൽ 4ലും കാണാം. അപ്പോൾ ഒരു എന്താ പറയുക ഒരു പകുതി ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാത്തിൻ്റെ സ്ട്രക്ചറിൽ. ഇനി ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടു ഈ കൊളസ്ട്രോള് നമുക്ക് ഹൈപ്പർ ലിപ്പിഡെമിയ കണ്ടീഷൻ വരാനുള്ള മെയിൻ കാരണം എന്താ, ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് ബ്ലഡിൽ കൂടുമ്പോൾ അല്ലേ. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് എങ്ങനെ നമ്മളെ ബോഡിയിൽ ഫോം ചെയ്യുന്നത്, ഫ്രീ ഫാറ്റി ആസിഡ്സ്, നമ്മൾ കഴിക്കുന്ന ഓയിലി ഫുഡിലുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടല്ലോ, അത് ലിവറിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഗ്ലിസറോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫ്രീ ഫാറ്റി ആസിഡ് അതേപോലെ ലിവറിലേക്ക് പോയാലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരിക. അപ്പം നമ്മൾ ഈ ഫൈബ്രേറ്റ്സ് എന്താ ചെയ്യുക, അവർ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്നുള്ള എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്നുള്ള എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എൻസൈം ഈ ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ അവിടെ ഉള്ള എസ്റ്റർ ബോണ്ട് ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇൻക്രീസ്ഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് ഫ്രീ ഫാറ്റി ആസിഡ്.